വായുപുത്രനായ മാരുതിയെ, നിന്റെ ഈ വാക്കുകൾ എന്റെ പതിയുടെ തിരുരൂപം തന്നെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതുപോലെയുണ്ട്. അതിരിക്കട്ടെ, എന്നോട് പറയുവാൻ വേണ്ടി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞയച്ചിരുന്നുവോ? അതെ മാതാവേ, ഞാൻ ശ്രീരാമചന്ദ്രമൂർത്തി അയച്ച ദൂതനാണെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നതിനു വേണ്ടി അവിടുത്തെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ അടയാളങ്ങളായി ചൊല്ലി അയച്ചിരിക്കുകയാണ്. അവ ഓരോന്നായി ഞാൻ ഇപ്പോൾ പറയാം. അവിടുന്ന് കേട്ടാലും മാതേ, ക്ഷമയോടെ കേട്ടാലും. ഹനുമാനെ, പറയൂ. എന്റെ പതി എന്നെ പറ്റിയുള്ള ഓർമ്മകളായി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കും കേട്ട് സന്തോഷിക്കാമല്ലോ. പറയാം മാതേ, പറയാം. മാതേ, അവിടുന്ന് പ്രഭുവിനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തോടൊപ്പം മിഥിലാപുരി വിട്ട് അയോധ്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് മാതേ, അവിടുന്ന് പ്രഭുവിനോടൊപ്പം അയോധ്യയിൽ ആനന്ദത്തോടെ വാണുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ മാതേ, പ്രഭുവിനോടൊപ്പം കാനനത്തിലേക്ക് പുറപ്പെട്ട താങ്കൾ അയോധ്യയുടെ പരിധി കടന്നതും ഇതാണോ ആരണ്യകം എന്ന് ചോദിച്ചതുമെല്ലാം തന്നെ ഒരടയാളമായി പറയാൻ പറഞ്ഞു മാതേ. മാതേ, അവിടുന്ന് പ്രഭുവിനോടൊപ്പം വന്ന് ആരണ്യകത്തിൽ ശാന്തമായി വസിക്കുന്ന സമയത്ത് മാതേ, മാതേ, പ്രഭു അവിടുന്ന് മോഹിച്ച പൊന്മാനെ പിടിക്കാനായി ചെന്നു. പിന്നെ അവിടുത്തെ ഉത്തരവ് പ്രകാരം ലക്ഷ്മണനും ശ്രീരാമചന്ദ്രമൂർത്തിയെ അന്വേഷിച്ചു പോയപ്പോൾ മാതേ, ഈ മോതിരം എനിക്ക് ലഭിച്ചത് എന്റെ പതിയെ എനിക്ക് തിരികെ ലഭിച്ചതുപോലെയാണ്. എന്റെ ഉള്ളം പൂവണിഞ്ഞിരിക്കുന്നു. ഹനുമാനെ, പറഞ്ഞാലും മാതാവേ, ആടി ഉലഞ്ഞുകൊണ്ടിരുന്ന എന്റെ ജീവനെ നീ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നീ ചെയ്ത ഈ വലിയ സഹായത്തിന് ഞാൻ എന്ത് നൽകിയാലും അത് അധികമാവില്ല. രാം രാം. വായുപുത്ര, എന്റെ ഉള്ളം കുളിരുന്ന നല്ല വാർത്ത പറഞ്ഞ് എന്റെ ജീവൻ രക്ഷിച്ച വജ്രമേ,
എത്ര കാലങ്ങൾ ഓടി ഓടി മറഞ്ഞാലും 7 ലോകങ്ങളും നശിച്ചാലും നീ നശിക്കാതെ യുഗയുഗാന്തരങ്ങളോളം ചിരഞ്ജീവിയായി വാഴട്ടെ എന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ആഹാ! പ്രഭു ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ടുമുട്ടിയതിനു ശേഷം എനിക്ക് ബാല്യകാലത്തിൽ നേരിടേണ്ടി വന്ന ശാപം നീങ്ങിയിരുന്നു. മാതാവായ അവിടുന്നതിനെ കണ്ടതിനു ശേഷം എന്റെ പിറവി തന്നെ പുണ്യമായിരിക്കുകയാണ്. മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ് മാതേ. ഈ സന്തോഷകരമായ വാർത്ത ഉടനെ തന്നെ ചെന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയോട് പറയുവാനായി എന്റെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുകയാണ് മാതേ, തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാതയെ ഇവിടെ തനിച്ചാക്കി പോയിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള രാക്ഷസന്മാരെല്ലാം അവിടെ നിന്നെ കാലപുരിക്ക് അയക്കുമോ എന്ന ഒരു ഭയവും എനിക്കുണ്ട് മാതാവേ. ആയതിനാൽ അവിടുന്ന് ദയവായി എന്റെ മുതുകിൽ ഉപവിഷ്ടയായാലും ഞാൻ നേരം പുലരുന്നതിനു മുമ്പ് സമുദ്രം കടന്നു ചെന്ന് ദേവിയെ പ്രഭുവിന്റെ അടുത്ത് എത്തിക്കാം മാതേ. ഇല്ല ഹനുമാനെ, അങ്ങനെ ചെയ്താൽ എന്റെ പതിയുടെ വീരത്വത്തിനെ അത് കളങ്കപ്പെടുത്തും. രാവണൻ തന്നെ ഇഷ്ടപ്പെടാത്ത നാരികളെ തീണ്ടില്ല. അങ്ങനെ ഒരു ശാപം അയാൾക്കുമേലുണ്ട്. അയാൾ എനിക്കിനിയും 2 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ എന്റെ പതിയോട് വന്ന് എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുവാൻ പറയൂ. അങ്ങനെ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോയില്ല എങ്കിൽ ഞാനിവിടെ ജീവനോടെ ഉണ്ടാവില്ല. മാതേ, അങ്ങനെയൊന്നും പറയരുതേ. ഹനുമാനെ, നീ എന്നെ വന്ന് കണ്ടതിന്റെ അടയാളമായി ഇതാ ഈ ചൂടാമണി എന്റെ പതിയുടെ പക്കൽ ഏൽപ്പിച്ചാലും. രാം രാം. മാതേ, ഞാൻ ചെന്ന് പ്രഭുവിനോട് പറഞ്ഞാലുടൻ തന്നെ അദ്ദേഹം വാനരസേനയോടൊപ്പം ഇവിടേക്ക് വരുന്നതാണ്. ഈ ലങ്കയിലുള്ള അസുരന്മാരെയെല്ലാം ഒരു ഞൊടിയിടയ്ക്കുള്ളിൽ നശിപ്പിച്ച് അങ്ങയെ വീണ്ടെടുക്കുന്നതാണ്. പ്രഭു ഇവിടേക്ക് ഉറപ്പായും വരും മാതേ, എന്നെ വിശ്വസിച്ചാലും. നല്ലത്. അതിരിക്കട്ടെ, കണ്ടിട്ട് സാധാരണ വാനരന്മാരെ പോലെയാണല്ലോ തോന്നുന്നത്. എങ്ങനെയാണ് ആ വലിയ സമുദ്രം കടന്നു വന്നത്? മാതേ, എനിക്ക് ഇഷ്ടമുള്ള രൂപം പ്രാപിക്കാൻ സാധിക്കും. ആയതിനാൽ വലിയ രൂപം പ്രാപിച്ചാണ് സമുദ്രം താണ്ടി ഞാൻ ഇവിടേക്ക് വന്നത്. മഹാത്ഭുതം തന്നെ. ഹനുമാനെ, നിന്റെ സഹായത്താൽ എന്റെ സങ്കടങ്ങളെല്ലാം വൈകാതെ തന്നെ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാതാവേ, പ്രഭു രാമചന്ദ്രൻ അങ്ങയെ വീണ്ടെടുക്കാൻ വരുന്നതാണ്. ആ ശുഭദിനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോയി വരാം. വിട തന്നാലും മാതേ, വിട തന്നാലും. പോയി രാം രാം. മാതേ, എന്താ ആഞ്ജനേയ? മഹേന്ദ്ര പർവ്വതം വിട്ട് സമുദ്രം താണ്ടി വന്ന ഈ ഞാൻ അങ്ങയെ ദർശിക്കാതെ ജലമോ ഭോജനമോ ഒന്നും തന്നെ ഭക്ഷിക്കുകയില്ല എന്ന് വ്രതം നോറ്റിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ അവിടത്തെ ദർശിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ഭോജനം സേവിക്കുവാനായി അവിടുന്ന്. നിന്റെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ. ഇവിടെ അസുരന്മാരുടെ വലിയ കാവലുണ്ട്. ജാഗ്രതയോടെ നടക്കണം. അങ്ങനെയാകട്ടെ മാതേ. രാം രാം. രാം രാം. രാം രാം. ഞാൻ പോയി വരാം മാതേ. രാം രാം. ഫലങ്ങൾ. ലങ്കയിൽ വന്ന് ഞാൻ മാതാവിനെ ദർശിച്ചു കഴിഞ്ഞു. വന്ന ജോലിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി രാവണനെയും കൂടി കണ്ടിട്ട് അവന്റെ നിലപാടെന്താണെന്നും കൂടി അറിഞ്ഞിരിക്കാം. സീതാദേവിയെ മര്യാദയ്ക്ക് ഇവിടുന്ന് കൊണ്ടുപോയി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പക്കലെത്തിച്ച് മാപ്പപേക്ഷിക്കുക എന്ന് അവനോട് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ട് പോകാം. അനുസരിച്ചാൽ അതവന്റെ ജീവനും സമ്പത്തിനും നല്ലതാ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലങ്കയ്ക്ക് നാശം നിശ്ചയമാണ്. ശരി, രാവണനെ കാണുവാനായി എന്താ ഒരു മാർഗം? രാം രാം. എന്താ ഇത്? ഇവരിലൂടെ മാത്രമേ എനിക്ക് രാവണനെ ദർശിക്കാൻ കഴിയുകയുള്ളൂ.
രാം രാം. സീത എവിടെ? കാണുന്നില്ലല്ലോ. നൃത്തം വെച്ചുകൊണ്ടിരുന്ന നമ്മൾ എങ്ങനെയാണ് കുഴഞ്ഞു വീണത്? അറിയില്ല. അതെ അതെ, ആ സീത വലിയ മന്ത്രവാദിനിയാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാരും മയക്കി കെടുത്തിയിട്ട് അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. അവളെ നമ്മൾ സൂക്ഷിക്കുന്നതാ നല്ലത്. അതെ അതെ, ശരി ശരി, വാ വാ, അവൾ എവിടെയെന്ന് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ മഹാരാജാവ് നമ്മളെ കൊല്ലും. ഓടി വാ, വരൂ വരൂ, അന്വേഷിച്ചു പോകാം. ഒരു കുരങ്ങ്. അതെ, കണ്ടിട്ടിതൊരു മനുഷ്യക്കുരങ്ങാണെന്നാണല്ലോ തോന്നുന്നത്. കൊരങ്ങേ, ആരാ നീ? കുരങ്ങാണ് എന്ന് നീ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെന്തിനാണ് ആരാണ് എന്നുള്ള ചോദ്യം? ഇവിടെ എന്തിനാണ് വന്നത്? എന്തിനാണ് വന്നതെന്നോ? ഈ വനത്തിനുള്ളിൽ എങ്ങനെയാണ് വന്നത്? ഞാനൊരു കുരങ്ങാണല്ലോ. മരത്തിൽ നിന്ന് മരത്തിലേക്കും പർവ്വതങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിലേക്കും ചാടി വന്നു. അതറിഞ്ഞിട്ട് വല്ല അത്യാവശ്യവുമുണ്ടോ? അതെ, നിങ്ങളെ എല്ലാവരെയും വധിച്ച് വൈകുണ്ഠത്തിലേക്ക് അയക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് ചെന്നാൽ ആ വൈകുണ്ഠം തന്നെ നശിച്ചു പോയെന്ന് വരും. അതുകൊണ്ട് നിങ്ങളെ നരകലോകത്തേക്കാൾ മോശമായ ഒരിടത്തേക്കാണ് അയക്കേണ്ടിയിരിക്കുന്നത്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോടാ? നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഓട് രാക്ഷസിമാരെ, ഓട്! ഭഗവാനെ, കൃപാരൂപിയായ നന്ദിദേവൻ മന്ദളം കൊട്ടി. മഹാമുനിവര്യന്മാരായ നാരദരും തുമ്പുരുവും ഗാനങ്ങൾ ആലപിച്ച് അഴകുള്ള ജടയിൽ കുടിയിരിക്കും ഗംഗ നൃത്തമാടി. അതിനരികിൽ ചൂടിയിരിക്കുന്ന തിങ്കളും ശോഭിച്ച് ഡമരുവിൻ നാദം കേട്ട് മങ്ക ശിവകാമി നൃത്തം വെച്ച് ദേവിയോടൊപ്പം ക്ഷേത്രത്തിൽ നൃത്തം വയ്ക്കുന്ന മഹാദേവ, അന്നവിടുത്തെ കൈലാസമലയെ കൈകൊണ്ടുയർത്തിയ എന്റെ നാഥന്റെ ശാപഗാനം കേട്ട് അദ്ദേഹത്തോട് ദയ കാണിച്ചു. ഇന്നു സീത എന്ന ഏകപതിവ്രതയെ അപഹരിച്ചു കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രമൂർത്തി എന്ന അവതാര പുരുഷന്റെ കൊടും പകക്കീരയായിരിക്കുകയാണ് എന്റെ പതി. ആ ആപത്തിൽ നിന്ന് എന്റെ പതിയെ കാത്തുരക്ഷിക്കുന്നതിനായി അങ്ങയെ സ്തുതിച്ച് വീണം വീട്ടി ഗാനം ആലപിക്കാം. എന്റെ ഗാനം കേട്ട് എന്റെ പതിക്ക് വരാൻ പോകുന്ന ആപത്തിൽ നിന്ന് അദ്ദേഹത്തെ നീ തന്നെ കാത്തുരക്ഷിക്കണം ഭഗവാനെ, നീ തന്നെ കാത്തുരക്ഷിക്കണം.